പ്രിയമുള്ളവരെ, സത്യത്തിൽ എം ടി വാസുദേവനെക്കുറിച്ച് പ്രഭാഷണം ചെയ്യണമെന്ന് പലരും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ കാര്യത്തോടൊപ്പം വളരെ പ്രയാസമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. കാരണം വളരെ വൈകാരികമായൊരു ബന്ധം ഉള്ളത് കാരണം നമ്മളെ ഏറ്റവും അടുപ്പമുള്ള മനുഷ്യരെക്കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യൽ പ്രയാസമാണ്. നമുക്കവരറിയാം, പക്ഷേ ആഴത്തിൽ അറിയാമെന്നുള്ളത് അവരിങ്ങനെ പാഠപുസ്തകം പോലെ പറഞ്ഞു പോകൽ പ്രയാസമാണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെയോ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ഔന്നത്യത്തെയോ വളരെ സമഗ്രമായിട്ട് പറയാനുള്ളൊരു സാഹചര്യമായിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കുറച്ചുകൂടി സമയമെടുക്കണം. അത് മനസ്സിലാക്കാൻ മലയാളിക്കും കുറച്ച് സമയം വേണം, അത് പറയുന്നവർക്കും കുറച്ചുകൂടി സമയം വേണം. കാരണം വൈകാരികമായൊരു തലത്തിലാണ് എം ടി ഇപ്പോഴും എന്നെപ്പോലെ അടുത്ത് പരിചയമുള്ളവർക്കും എഴുത്തിലൂടെയും വായനയിലൂടെയും മനസ്സിലാക്കിയ മലയാളത്തിലെ വായനക്കാർക്കും ഉള്ളത് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ഈ ജീവിതത്തെ പഠിക്കാൻ, മറ്റു പലതിനെയും പോലും ജീവിതത്തെ പഠിക്കാൻ നമുക്കൊരു പാഠപുസ്തകമില്ല. നിശ്ചിതമായ രീതിയിലാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരാനൊരു പാഠപുസ്തകമില്ല. അത് അസാധ്യവുമാണ്. മറ്റു പല വിഷയങ്ങളിലും നമുക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാവാം, പക്ഷേ ജീവിതം ഇങ്ങനെയാവണം എന്ന് നിഷ്കർഷിക്കുവാൻ സാധ്യമല്ല. കാരണം ഓരോ ജീവിതവും ഓരോന്നാണ് എന്നുള്ളതാണ്. അതിനെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട് ഓരോ ആളിലും വ്യത്യസ്തമായിട്ട്. പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ ചില മനുഷ്യരെ നോക്കിയിരിക്കുമ്പം ജീവിതം ഇങ്ങനെ ആയിരിക്കണം എന്ന് തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ പലപ്പോഴും നോക്കിയിരിക്കുമ്പം ഒരു ജീവിതത്തിൻ്റെ പാഠപുസ്തകം എന്ന് തോന്നിയ മനുഷ്യൻ്റെ പേര് കൂടിയാണ് എം ടി വാസുദേവൻ നായർ എന്നുള്ളത്. അപ്പം അങ്ങനെ അദ്ദേഹവുമായി അടുക്കാനുണ്ടായ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരിടം എന്ന് ഞാൻ പറയാറുള്ളത് പോലെ അങ്ങനെ ഒരിടം നേടാനുണ്ടായ ഭാഗ്യത്തിൻ്റെ ആ ചിത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ പോകുന്നത്. അവിടെ എം ടി എന്ന എഴുത്തുകാരൻ, എം ടി എന്ന പത്രാധിപർ, എം ടി എന്ന ചലച്ചിത്ര പ്രവർത്തകൻ, അതിൻ്റെയൊക്കെ ചെറിയ ചിത്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വളരെ ഗഹനമായ അദ്ദേഹത്തിൻ്റെ കൃതികളെയും അല്ലെങ്കിൽ സിനിമകളെയൊക്കെ വളരെ വിമർശനാത്മകമായോ അല്ലെങ്കിൽ സമഗ്രമായോ വിശകലനം ചെയ്യുന്ന ഒന്നായിരിക്കില്ല എൻ്റേത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മലയാളത്തിലെ ഏതൊരു വായനക്കാരനെയും പോലെ അല്ലെങ്കിൽ വായനയില്ലാത്ത മലയാളിയെയും പോലെ ഒരു കാലത്ത് എം ടിയെ ഒന്ന് കാണണം അല്ലെങ്കിൽ എം ടിയെ ഒന്ന് അറിയണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു ബാല്യവും യൗവനവും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എം ടിയെക്കുറിച്ചുള്ള മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എം ടിയുടെ ചില കുറിപ്പുകൾ, എം ടിയെക്കുറിച്ചുള്ള മറ്റു വാരികൾ വരുന്ന സംഗതികൾ, കഥകൾ, പിന്നീട് നോവലുകളൊക്കെ വായിക്കുമ്പോൾ ഇതെന്തൊരു മനുഷ്യൻ, ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു പക്ഷേ സ്വപ്നം കണ്ട ഒരു ബാല്യകാലം എനിക്കുമുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ കാണാനും പരിചയപ്പെടാനും കഴിയുമെന്നൊന്നും ഒന്ന് കരുതിയിട്ടുമില്ല. ഭാഗ്യവശാൽ ഞാൻ തിരുവനന്തപുരത്ത് ഒരു പുസ്തകശാലയിൽ ജോലിയായിട്ട് പോയ കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വളരെ സൂക്ഷ്മമായി വായിച്ചിരുന്ന ഒരു കാലത്ത്, ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കൂടെ ചേരാനുള്ള കാരണം ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛൻ മാതൃഭൂമി ഏജൻ്റായിരുന്നു നാട്ടിൽ, കണ്ണൂരിൽ. അപ്പോൾ അത് പത്രം വിൽക്കുന്നതിൻ്റെ കൂടെ ഞാനും പത്രം ഒക്കെ എടുത്തിട്ട് വിറ്റ് കൊണ്ടു നടന്ന കാലത്ത് ഈ ആഴ്ചപ്പതിപ്പ് എൻ്റെ കയ്യിൽ കിട്ടുന്ന ഏക ആഴ്ചപ്പതിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത് വായിക്കാനും അതിലൂടെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഴ്ചപ്പതിപ്പിനോടുള്ള സ്നേഹം ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന കാലത്താണ്, കോളേജൊക്കെ പഠിച്ച് നിൽക്കുമ്പോൾ എം ടി പത്രാധിപരായിരുന്ന അവസാന കാലത്ത് ഈ ആഴ്ചപ്പതിപ്പിൻ്റെ അവസാന ഭാഗത്ത് പുസ്തക പരിചയം എന്ന് പറഞ്ഞിട്ടൊരു 2 പേജ് ഉണ്ട്. വർത്തമാന പുതിയ ഇംഗ്ലീഷ് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പേജാണത്. അതിൽ ഇടയ്ക്ക് ഒരു 3-4 പുസ്തകങ്ങൾ, ഒരു പക്ഷേ മാതൃഭൂമി പോലൊരു ആഴ്ചപ്പതിപ്പിൽ ഇടം നേടാൻ അർഹതയില്ലാത്ത ചില പുസ്തകങ്ങളുടെ വിവരണം അതിൽ വരികയുണ്ടായി. വളരെ ക്രൈം ത്രില്ലറും അല്ലെങ്കിൽ പോപ്പുലർ ഫിക്ഷനുമായിട്ടുള്ള ഇംഗ്ലീഷ് നോവലുകളെക്കുറിച്ച് ആരോ ഒരാൾ എഴുതി അത് അവർ പബ്ലിഷ് ചെയ്തു. 3-4 അടുപ്പിച്ച് വന്നപ്പോൾ സത്യത്തിൽ മാതൃഭൂമിയോടുള്ള സ്നേഹം കൊണ്ട്, സാഹിത്യത്തോടുള്ള സ്നേഹം കൊണ്ട് ഇത് തെറ്റാണല്ലോ എന്നുള്ളൊരു തോന്നൽ യുവാവായ എൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ ആ ഇടയ്ക്കൊരു എം ടിയെ അടുത്ത് പരിചയമുള്ള മറ്റൊരാളെ എനിക്ക് കാണാനിടയായി. അദ്ദേഹം എം ടിയായിട്ട് അടുപ്പമുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിനെ അറിയിക്കാനൊരു കാര്യമുണ്ട്. ആഴ്ചപ്പതിപ്പിൽ ഇങ്ങനെ അതിന് ചേരാത്ത കുറേ ലേഖനങ്ങൾ വരുന്നുണ്ട്,
അത്തരം പുസ്തകങ്ങളെക്കുറിച്ച് എഴുതേണ്ട ഇടമല്ല മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എന്നൊരു വായനക്കാരൻ എന്ന രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. പറ്റുമെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കണമെന്ന് ഞാൻ പറയുകയാണ്. അന്നത്തെ ആവശ്യത്തിന് ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷെ 4 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്നൊരു കത്ത് വന്നു. അന്ന് മാതൃഭൂമിക്ക് ഒരു സഹപത്രാധിപരുണ്ടായിരുന്നു, MT വാസുദേവൻ നായരുടെ അസിസ്റ്റൻ്റായിട്ട്, സഹദേവൻ എന്നുള്ള പേരിൽ. പിന്നീട് ഇന്ത്യ വിഷനിലൊക്കെ സഹദേവട്ടൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ സഹദേവൻ്റെ കത്താണ്: പ്രിയപ്പെട്ട സുധീർ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ പുസ്തക പ്രപഞ്ചം എന്ന പങ്ക്തി കൈകാര്യം ചെയ്യാൻ താങ്കളെ ക്ഷണിക്കുന്നു. MT വാസുദേവൻ നായരാണ് താങ്കളുടെ പേര് നിർദ്ദേശിച്ചത്. ഞാൻ അക്ഷരാർത്ഥത്തിൽ നിശ്ചലനായിപ്പോയി. കാരണം കാണാനും ആഗ്രഹിക്കുകയോ ചെയ്ത കേരളത്തിലെ മലയാളി മുഴുവൻ ആഗ്രഹിച്ചൊരു മനുഷ്യനോട് ഞാനൊരു പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ചുമതല എന്നെ ഏൽപ്പിക്കുകയാണ്. എന്നെ അറിയില്ല. ഞാൻ ആ ഇടയ്ക്ക് ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ കലാകൗമുദിയിലൊക്കെ എഴുതിയ ജനയുഗത്തിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് അറിയില്ല. അദ്ദേഹം ആ ചുമതല ഏൽക്കാൻ വേണ്ടി സഹപത്രാധിപർ വഴി എനിക്കൊരു കത്ത് തരികയാണ് ചെയ്തത്. ഞാൻ വളരെ പ്രയാസപ്പെട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ചിട്ട് പോലുമില്ല, സത്യത്തിൽ ആഗ്രഹിച്ചിട്ടുമില്ല. എന്തായാലും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഞാൻ ചില പുസ്തകങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ഏകദേശം 1.5 വർഷം അക്കാലത്ത് എഴുതുകയും ചെയ്തു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ MT വാസുദേവൻ നായർ, 1 വർഷം കഴിഞ്ഞപ്പോൾ MT വാസുദേവൻ നായർ മാതൃഭൂമി വിട്ടു. 6 മാസം കൂടി കഴിഞ്ഞപ്പോൾ സഹദേവനും പോയി. അങ്ങനെ ആ പങ്ക്തി ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോഴും MT എനിക്കറിയില്ല. പക്ഷേ ഈ സ്നേഹം കൂടുകയും നേരത്തെ ഉണ്ടായിരുന്ന MTയേക്കാൾ കൂടുതൽ ഇങ്ങനെയൊരു മനുഷ്യൻ, ഒരു പത്രാധിപർ എന്നുള്ള രീതിയിൽ ആരോ ഒരാൾ പരാതി പറയുന്നു. ആ പരാതി ഏൽക്കുക മാത്രമല്ല, ആ ഉത്തരവാദിത്തം അയാളെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ആ ആർജവത്തെ, ആ സന്മനസ്സിനെ ഞാൻ കൂടുതൽ MTയിലേക്ക് എന്നെ അടുപ്പിക്കുകയാണ്. അപ്പോൾ ആയിടയ്ക്ക് തിരുവനന്തപുരത്ത്, ഞാൻ അക്കാലത്ത് തിരുവനന്തപുരത്താണ് പഠിച്ചതൊക്കെ. അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം എന്ന് പറഞ്ഞൊരു തിരുവനന്തപുരത്ത് നിന്ന് കൊടുക്കുന്നൊരു പുരസ്കാരമുണ്ട്. ആ വർഷത്തെ പുരസ്കാരം MT വാസുദേവൻ നായർക്കായിരുന്നു. ഇതറിഞ്ഞപ്പോൾ ഞാൻ MTയെ കാണണം, ഒന്ന് ദൂരെ നിന്നെങ്കിൽ, അന്ന് ടെലിവിഷനൊന്നുമില്ല. അപ്പോൾ MTയെ കാണണം എന്ന് പറഞ്ഞാൽ പത്രത്തിലൊക്കെ വരുന്ന ചിത്രം മാത്രമാണ്. അപ്പോൾ ഒന്ന് കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ഈ പുരസ്കാരം കൊടുക്കുന്ന വേദിയുടെ അടുത്ത് പോയി അടുത്ത് കാണണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അപ്പോഴും വലിയ ആരാധനയാണ് മനുഷ്യരെല്ലാം. ഇന്നിപ്പോൾ നമ്മൾ സിനിമാ നടന്മാർക്ക് കൊടുക്കുന്ന ആരാധന അന്നും MT വാസുദേവൻ നായർക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ വേദിയിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞ് അവാർഡ് വാങ്ങിച്ച് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞാൻ ആ വഴിയിൽ ഓരത്ത് നിന്നിട്ട് ഞാനിങ്ങനെ അടുത്ത് പോയിട്ട് തിരക്കിനിടയിൽ പറഞ്ഞു, ഞാൻ സുധീറാണ്, ഇങ്ങനെ മാതൃഭൂമിയിൽ എഴുതുന്നതാണ്. അപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കാറുണ്ട്, അറിയാം. 2 വാക്കേ ഉള്ളൂ, ശ്രദ്ധിക്കാറുണ്ട്, അറിയാം. അതെന്നെ കൂടുതൽ MTയിലേക്ക് അടുപ്പിച്ചു. കാരണം എന്നെപ്പോലെ ഒരാളുടെ എഴുത്ത് ശ്രദ്ധിക്കാറുണ്ടെന്ന് ഞാൻ എൻ്റെ പേര് മാത്രം പറഞ്ഞപ്പോൾ അത് അക്നോളജ് ചെയ്യാനും തയ്യാറായ ഒരു വലിയ മനുഷ്യനെ ഞാനവിടെ കാണുകയാണ്. അവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് ഒരു പത്രാധിപർ എന്ന രീതിയിൽ എന്തൊരു ശ്രദ്ധയാണ് MT വാസുദേവൻ നായർ കൊടുത്തിരുന്നതെന്നാണ്. തൻ്റെ വാരികയിലെ ഒരു പരാമർശത്തെ, ഒരു വിമർശനത്തെ ഏത് രീതിയിലാണ് അദ്ദേഹം എടുത്തത് എന്നാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ പോകുന്ന എഴുത്തുകാരന് അദ്ദേഹം എന്ത് പരിഗണനയാണ് കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളിലൂടെയാണ് ഞാൻ MTയെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം, പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുമുണ്ടാവും. ഇത് പൊതുവേ അറിയാത്ത കാര്യങ്ങളാണ്. അത് കഴിഞ്ഞു പിന്നീട് ഞാൻ ബന്ധമൊന്നുമില്ല. ഒരു 1-2 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഞാനൊരു പുസ്തകശാലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരു ടെലിഫോൺ കോൾ വരികയാണ്. മറുപക്ഷത്ത് ഞാൻ MT ആണ് എന്ന് പറയുകയാണ്. അപ്പോൾ വീണ്ടും എത്ര തന്നെ നമ്മൾ കണ്ടാലും, ഇപ്പോൾ ഇനിയും MT ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴും MT എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാതെ പരിചയത്തിനപ്പുറത്തുള്ള എന്തോ ഒരു ആവേശം, നമ്മൾ കാണാൻ കൊതിച്ച ഒന്നിനെ കാണുന്ന ആവേശം അവസാനിക്കാത്തൊരാവേശമായി നിലനിൽക്കും. അപ്പോൾ ഞാൻ തീർച്ചയായും എന്താണ് എന്ന് ചോദിക്കുകയും, അപ്പോൾ അദ്ദേഹം അന്ന് സാഹിത്യ വാരഫലം എന്ന് പറയുന്ന കേരളത്തിലെ പ്രസിദ്ധമായ M കൃഷ്ണൻ നായരുടെ വാരഫലം എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അതിൽ പരാമർശിച്ചൊരു പുസ്തകം കിട്ടാനാണ് MT വിളിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും അത് എത്തിച്ചു കൊടുക്കുകയും അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞു. അപ്പോഴും നമ്മൾ പിന്നീടൊന്നും സംസാരിച്ചില്ല. യാദൃശ്ചികമായി ഞാൻ 2015-ലോ 14-ലോ ഈയിടെ അന്തരിച്ച S ജയചന്ദ്രൻ നായർ എന്ന് പറയുന്ന കലാകൗമുദിയുടെ വലിയ പത്രാധിപരുണ്ടായിരുന്നു. ആ പത്രാധിപരെ ഞങ്ങൾ വലിയ അടുപ്പത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ് അന്തരിച്ചപ്പോൾ മാർക്കേസിനെ കുറിച്ചൊരു ജീവചരിത്രം തയ്യാറാക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ ജീവചരിത്രം തയ്യാറാക്കുന്നതിൽ എനിക്കൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രകാശനം MT വാസുദേവൻ നായർ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ അവർ തമ്മിൽ ഒരുപാട് അടുപ്പമുള്ളവരാണ്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കും, MT വാസുദേവൻ നായരുടെ ഏറ്റവും പ്രസിദ്ധമായ അഭിമുഖം S ജയചന്ദ്രൻ നായരാണ് ആദ്യകാലത്ത് നടത്തിയിട്ടുള്ളത്. ഒരു വിവാദവുമായിരുന്നു. T പത്മനാഭൻ എന്ന് പറയുന്ന മലയാളത്തിലെ മറ്റൊരു വലിയ കഥാകൃത്ത് MT വാസുദേവൻ നായരുടെ വലിയ ശത്രുവായിരുന്നു. അപ്പോൾ അദ്ദേഹം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം MTയെ കുറ്റം പറയും, ചീത്ത പറയും, വളരെ മോശമായ രീതിയിൽ സംസാരിക്കും. അപ്പോൾ ആ 2010-കളിൽ അത് വളരെ ശക്തമായി പോയി. MT ആരോടും ഒന്നിനോടും അതിന് പ്രതികരിക്കുകയുമില്ല. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായ ആ പ്രതിഷേധം നടക്കുന്ന കാലത്ത്
എല്ലാവർക്കും MT എന്തെങ്കിലും പറഞ്ഞാൽ കൊള്ളാമെന്ന് ഞങ്ങളുടെ MT പ്രേമികൾക്കും പത്രാധിപന്മാർക്കൊക്കെ തോന്നുകയും MTയോട് നിർബന്ധിക്കുകയും ചെയ്തു. MT ഒരു കാരണവശാലും സംസാരിക്കില്ല എന്ന് വാശി പിടിച്ചു. അപ്പോൾ ജയചന്ദ്രൻ നായരും പത്രാധിപരും MTയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. കാരണം രണ്ടാം ഊഴം എഴുതി പബ്ലിഷ് ചെയ്തത് ജയേന്ദ്രൻ നായരാണ്. വാരാണസി ജയചന്ദ്രൻ നായർ സാറിന് വേണ്ടിയിട്ട് മലയാളം വാരികയെ മികച്ചതാക്കാൻ വേണ്ടി എഴുതി കൊടുത്ത നോവലാണ്. അപ്പോൾ അത്രയും ആത്മബന്ധമുണ്ട്. അപ്പോൾ ജയചന്ദ്രൻ നായർ MT വാസൻ നായരോട് പോയി പറഞ്ഞു, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഞാനൊരു അഭിമുഖം നടത്തും, ഞാൻ വരും, എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. അവർ സംസാരിച്ചു. മറ്റു പല കാര്യങ്ങൾ മാത്രമാണ് MT പറഞ്ഞത്. അവസാനം ഈ വിഷയം എടുത്തിട്ടപ്പോൾ നിർബന്ധിച്ചപ്പോൾ MT പറഞ്ഞു, മുമ്പുള്ള മുതിർന്നവർ പറയാറുണ്ട്, ഭൂമിയിൽ നടക്കുമ്പോൾ താഴെ നോക്കി നടക്കണം, ഇഴജന്തുക്കൾ ഉണ്ടാവും എന്ന്. ആ ഒരു വാചകത്തിൽ പത്മനാഭനെ ഇല്ലാതാക്കുകയായിരുന്നു. ഇഴജന്തുക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് എനിക്ക് മറ്റൊന്നും പറയാനില്ല. പത്മനാഭൻ്റെ പേര് പറയുകയോ അല്ലെങ്കിൽ വിഷയം തൊടുകയോ ചെയ്തില്ല. വളരെ MTN ശൈലിയിൽ അന്നാരോ പറഞ്ഞിട്ട് മുതിർന്നവർ ഇങ്ങനെ പറയാറുണ്ട്, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞ് അത്ര അടുപ്പം ഉണ്ടായിരുന്നവരാണ് ഈ ജയചന്ദ്രൻ നായരും MT വാസൻ നായരും. അപ്പോൾ ഞാൻ MT വാസൻ നായരെ കാണാൻ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ കാണാൻ പോയി. എനിക്ക് ആദ്യമായിട്ട് MTയെ നേരിൽ കാണാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ഞാനത് ഉപയോഗിക്കാൻ പോകും. അപ്പോൾ അതിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ മറ്റു രണ്ടുപേരെന്ന് പറഞ്ഞത് ഒന്ന് വീരേന്ദ്രകുമാറാണ്, മറ്റൊന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. അപ്പോൾ നമ്പൂതിരി ഞാനുമായിട്ട് വളരെ അടുപ്പമാണ്. വീരേന്ദ്രകുമാറിനെ എനിക്കറിയില്ല, MT വാസൻ നായരെ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കോഴിക്കോടേക്ക് ചെല്ലുകയാണ്. ആദ്യം തന്നെ MTയുടെ അടുത്ത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ ജയചന്ദ്രൻ നായർ പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ സിത്താര, കൊട്ടാരം റോഡിലെ സിത്താര എന്ന് പറയുന്ന വീട്ടിലേക്ക്, മലയാളി എപ്പോഴും വളരെ ഭയബഹുമാനങ്ങളോടെ അകറ്റി നിർത്തിയൊരു വീടാണ്. അവിടെ ആരും അധികം ചെല്ലാറില്ല. ഒരുപക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നപ്പോൾ അദ്ദേഹം മരിച്ചപ്പോഴാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ ഓട്ടോറിക്ഷയിൽ എത്തുകയാണ്. നെഞ്ച് പിടിക്കുകയാണ്. കാരണം MT വാസൻ നായരെ വീട്ടിൽ പോയി കാണാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാനവിടെ ചെന്നു. ആ വീട്ടിൻ്റെ പ്രത്യേകത ഞാൻ ഇന്നും അന്നും കണ്ടിട്ടുള്ളത്, ആ വീട്ടിൻ്റെ വാതിൽ പകലടക്കാറില്ല. ഒരു മസ്കിറ്റോ നെറ്റുള്ളൊരു ഡോറുണ്ട്, അത് മാത്രം അടച്ചിരിക്കും. രാവിലെ ആയാൽ തുറന്നിടും. അവിടെ അകത്ത് ആ മുറിയിൽ MT വാസൻ നായർ ഇങ്ങനെ ഇരിപ്പുണ്ടാവും, ആരും ചെല്ലില്ല. അപ്പോൾ ഞാനവിടെ ചെന്ന് ബെല്ലടിച്ചു. അദ്ദേഹം ആരാണ് ചോദിച്ചു. ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ അകത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹം ജയേന്ദ്രൻ നായർ എന്നോട് പറഞ്ഞിരുന്നു, ആദ്യത്തെ 10 നിമിഷം ശൂന്യമായിരിക്കും, ഒന്നും സംസാരിക്കില്ല. ആ 10 നിമിഷം കടന്നു കഴിഞ്ഞാൽ മാത്രമേ നീയും അദ്ദേഹവും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ, ആരായാലും. അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിൽ കണ്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വീഡിയോ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ ലുങ്കിയൊക്കെ പാതി പകത്തിട്ട ലുങ്കിയും ബട്ടണിടാത്ത ഷർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ചിത്രം വളരെ എന്നും അങ്ങനെയാണ് കാണുന്നത്. അവസാനം ഞാൻ കണ്ടതും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അങ്ങയുടെ സമയം ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെയും കണ്ടുകൊള്ളാം. അപ്പോൾ എന്നിട്ട് അപ്പോൾ അദ്ദേഹം ഒറ്റ നോക്കി പറഞ്ഞു, മറ്റുള്ളവർ വീരേന്ദ്രകുമാറല്ലേ അടുത്തത്? അതെ. അപ്പോൾ ആദ്യം സുധീർ വീരേന്ദ്രകുമാറിൻ്റെ സമയം വാങ്ങും, അദ്ദേഹം എന്നെക്കാൾ തിരക്കുള്ള ആളാണ്. ആ ദിവസം ഏതായാലും ഞാൻ വരാം. വീണ്ടും ഞാൻ MTയെ തിരിച്ചറിയുകയാണ്. ഒരു എഴുത്തുകാരൻ, ഇന്നത്തെ ഏറ്റവും പുതിയ എഴുത്തുകാരൻ, ഒരു പക്ഷേ ഞാനുൾപ്പെട്ട എഴുത്തുകാരന് പോലും ഈ ഒരു ഔചിത്യം കാണില്ല. എൻ്റെ കൂടെയുള്ള ആൾ എന്നെക്കാൾ തിരക്ക് പിടിച്ച ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം ആദ്യം നേടൂ എന്ന് പറയുന്ന ആ വിനയം. ഞാൻ MTയുടെ വേറൊരു ചിത്രമാണ് അവിടെ പറഞ്ഞത്. ഞാൻ എന്തിന് MTയെ പോയി കണ്ടുമില്ല, ഞാനും MTയും കണ്ട കഥകൾ പറയുകയല്ല. അത് പക്ഷേ എൻ്റെ പരിമിതിയാണ്. വേറെ പറയാൻ ഇതിനും നല്ല വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വീരേന്ദ്രകുമാറിൻ്റെ അടുത്ത് പോയപ്പോൾ അത് വേറെ കഥ. MTയുടെ സമയം തേടൂ എന്നിട്ട് നമുക്ക് തീരുമാനിക്കും. ഞാൻ പറഞ്ഞു, MT ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ തിരക്ക് കൂടുതലല്ലേ, എന്നാൽ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു തീയതി തരികയാണ്. നമ്പൂരി സാറോട് ഞാൻ പറഞ്ഞു, എപ്പോൾ വേണമെങ്കിലും ആവാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതുപോലെ ജയചന്ദ്രൻ നായർക്ക് ഒരു ചെറിയ സൂത്രമുണ്ട്. ഇതെല്ലാം തയ്യാറാക്കും, ഇതെല്ലാം സമ്മതിക്കും. അവസാന ആ നിമിഷം അതിൻ്റെ തലേ ദിവസം വിളിച്ച് പറയും, ഞാൻ വരില്ല. സ്വന്തം പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വരില്ല എന്ന് പറയാൻ ഒരു മടിയില്ലാത്ത മനുഷ്യനാണ്. ഞാനത് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ എന്നാലും ഇത്രയും വലിയ ആൾക്കാരെ വിളിച്ചതുകൊണ്ട്, അദ്ദേഹത്തിന് തന്നെ വിളിച്ച് പറഞ്ഞിട്ട് പോയി കണ്ടതുകൊണ്ടും അദ്ദേഹം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരാഴ്ച മുന്നേ എന്നോട് വിളിച്ചോടോ, ഞാൻ പതിവ് പോലെ വരില്ല, താൻ നടത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ പറയുന്നത്? ഈ 3 മഹാരഥന്മാരുടെ ഇടയിൽ താങ്കളില്ലാതെ ഞാൻ എങ്ങനെയാണ് പുസ്തക പ്രകാശനം നടത്തുക? മാതൃഭൂമിയുടെ വലിയ KP കേശവമേനോൻ ഹാളിൽ വലിയ നോട്ടീസൊക്കെ അടിച്ച് വലിയ കാര്യമായിട്ട് നടത്തുകയാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രയാസം, എങ്ങനെയാണ് ഇത് MTയോട് പറയുക? ഒരാൾ പുസ്തക പ്രകാശനത്തിൽ വരുന്നു, അതിൻ്റെ എഴുതിയ ആൾ അവിടെ ഇല്ല എന്ന് ഞാൻ എങ്ങനെ പറയും? അപ്പോൾ ഞാൻ ഫോൺ ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ മാറ്റം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാറ്റമല്ല, ഇങ്ങനൊരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് പറയണമെന്നറിയില്ല. അങ്ങേക്ക് വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എഴുത്തുകാരനില്ലാതെ പുസ്തകം പ്രകാശനം. ഞാനത് പ്രതീക്ഷിച്ച ജയേന്ദ്രൻ വരില്ല എന്ന് താൻ പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വരും. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് നടത്താമോ? ഇത് MTയുടെ മറ്റൊരു മനസ്സാണ്.
ഒരു പുസ്തക പ്രകാശനത്തിന് പുസ്തകം എഴുതിയ ആൾ വരില്ല എന്ന് പറയുകയും പ്രകാശനം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്യുക. ഈ ഉയരങ്ങളിലുള്ള മനുഷ്യർക്ക് ആ 3 പേര് വന്ന് വരികയും മനോഹരമായി അവരുടെ ബന്ധവും മാർക്കേസിനെ കുറിച്ചും സംസാരിക്കുകയും ചെയ്തു. ഇവിടെ മറ്റൊരു MT ഞാൻ കാണുകയാണ്. അപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വൈകുന്നേരം 5 മണിക്കാണ് ചടങ്ങ്. അപ്പോൾ എന്നോട് പറഞ്ഞു, താൻ വരണ്ട, ഞാൻ എത്തിക്കോളാം അവിടെ എന്ന് പറഞ്ഞു. ഞാൻ 4 മണി കഴിയുമ്പോഴേക്ക് തന്നെ വീരേന്ദ്രകുമാർ വന്നു, നമ്പൂതിരി സാർ വന്നു. അവരൊക്കെ അകത്തിരിപ്പുണ്ട്. അതിൻ്റെ വേറൊരു മുറിയുണ്ട്, അപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ MT വാസുദേവൻ നായർ ഒരു 15 മിനിറ്റ് മുന്നേ കാറിൽ വന്ന്, ഞാൻ ആദ്യമായിട്ട് വൃത്തിയുള്ള MT വാസുദേവൻ നായരൊക്കെയാണ്, നല്ല ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് വളരെ രസകരമായിട്ട് വന്ന് എൻ്റെ മുന്നിൽ കാറിലിറങ്ങി. സ്വാഭാവികമായിട്ട് നമ്മളെന്താ ചെയ്യുക? ഇപ്പോൾ ഞാനിന്ന് വന്നപ്പോൾ നിങ്ങൾ എന്നോട് അകത്തിരിക്കുമെന്ന് പറഞ്ഞു, നമുക്ക് സമയം തുടങ്ങാൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു അവർ രണ്ടുപേരും വന്നിട്ട് നമുക്ക് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ആളുകൾ വരുമ്പോഴേക്ക് അത് വേണ്ട, നമുക്ക് നേരെ ഹാളിലേക്ക് പോവാം. എനിക്ക് മനസ്സിലായില്ല ഇവർ തമ്മിൽ എന്തെങ്കിലും ഇതൊക്കെ സമ്മതിച്ചിട്ട്. അപ്പോൾ ഞാൻ ഡ്രൈവറോട് സ്വകാര്യമായിട്ട് ചോദിച്ചു, എന്തെങ്കിലും അസ്വസ്ഥനാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല സാർ, പ്രസംഗത്തിന് വന്നാൽ വേറെ ആരോടും മിണ്ടൂല്ല. കാരണം രാവിലെ 9 മണിക്ക് ഇന്നത്തെ പ്രസംഗം എന്ന് പറയുന്നത് ആ വീട്ടിലെ ആ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പ്രസംഗം തലയിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. അതിനകത്ത് മറ്റെന്തെങ്കിലും കിടക്കാൻ MT വാസുദേവൻ നായർക്ക് ഇഷ്ടമല്ല. അത് വീരേന്ദ്രകുമാറിനോടോ നമ്പൂരി സാറിനോടോ നിങ്ങളോടുള്ള അനിഷ്ടമൊന്നുമല്ല. അദ്ദേഹം അതിനിടയിൽ മറ്റു ചർച്ചകൾ ഏറ്റെടുക്കില്ല. വളരെ കർശനമായി. എന്തൊരു മനസ്സാണ് അദ്ദേഹം വന്നിട്ട് അവിടെ. അതുകൊണ്ടാണ്, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. MT വാസുദേവൻ നായർ പ്രസംഗിച്ച ഓരോ പ്രസംഗവും മറ്റൊരാൾക്ക് എഴുതിയെടുത്ത് പിറ്റത്തെ ലക്കം മാതൃഭൂമി ആഴ്ചക്കുറിപ്പിൽ ലേഖനമായി കൊടുക്കാൻ പറ്റും. അതിലൊരക്ഷരവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരില്ല. അത്ര കൃത്യതയോടെയാണ് വാക്കുകൾ പെരുക്കി വെക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ ഈ സംഗതി പറഞ്ഞത്. അപ്പം അത്ര നിശ്ചയമായിട്ട് അദ്ദേഹം അന്നവിടെ വന്ന് പ്രസംഗിക്കുകയും ചെയ്തു, അതിന് പോവുകയും ചെയ്തു. അപ്പോൾ ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ അദ്ദേഹം കാണിക്കുന്ന ആർജവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓരോ കാര്യങ്ങളിലുമുള്ള കൃത്യതയും നിഷ്ഠയുമാണ്. ഒരു പക്ഷേ ശാഠ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ആ ശാഠ്യം മലയാളി സമൂഹം അദ്ദേഹത്തിന് അംഗീകരിച്ചു കൊടുത്തതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വളരെ വളരെ മുമ്പ് പോലും. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ കുറച്ചൊക്കെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം പോയി കാണാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. ഞാൻ പിന്നീടപ്പോൾ പോകുമ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വായനയൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ഏറ്റവും പുതിയ ഏതെങ്കിലും ഒരു സാഹിത്യ പുസ്തകം, ഇംഗ്ലീഷ് പുസ്തകം, ഞാൻ പുസ്തക ലോകത്തായതുകൊണ്ട് എനിക്കത് വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നത് കൊണ്ട് എൻ്റെ വായനയിലൊക്കെ പെട്ട ഒരു പുസ്തകം ഞാൻ കൈ കരുതിക്കൊണ്ട് ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ പോയി. ആദ്യത്തെ 10 നിമിഷത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പരിചയമൊന്നുമില്ല. ശൂന്യമായ അദ്ദേഹം ബീഡി വലിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവിടെ വന്നാൽ ഇങ്ങനെ മുഖം കൊണ്ട് കാണിക്കും, അവിടെ കസേരയിൽ ഇരുന്നു വന്ന് അവിടെ ഇരിക്കും. അദ്ദേഹം എന്നെ നോക്കുക പോലും ചെയ്യാതെ ഈ ബീഡി വലിച്ചു ഇങ്ങനെ ഇരിക്കും. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ മെല്ലെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ നമുക്ക് തുടങ്ങാം. അതങ്ങ് ബിൽഡ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം. അപ്പം അങ്ങനെ ഞങ്ങളന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞു, മലയാള സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞു, വ്യക്തികൾ, നമുക്ക് രണ്ടുപേർക്കും സമാനമായി പരിചയമുള്ള വ്യക്തികളൊക്കെ പറഞ്ഞു. എൻ്റെ ചില എഴുത്തുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഇത് പറഞ്ഞതുപോലെ വിസ്മയമായിരുന്നു. ഞങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെടേണ്ട എഴുത്തൊന്നുമല്ല, താനന്നത് എഴുതിയത് ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു സുഖം. അപ്പം അങ്ങനെ പറഞ്ഞ് കുറേ നേരം 10-12 മണി വരെയായി. 10-10:15 പോയിട്ട്. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഇന്ന് വരെ ഞാൻ MT വാസുദേവൻ്റെ വീട്ടിൽ പലതവണ ഇതുപോലെ പോയിട്ടുണ്ടെങ്കിലും ഒരു ഗ്ലാസ് പച്ചവെള്ളം ഇതുവരെ കിട്ടിയിട്ടില്ല. അത്തരം ഔചിത്യങ്ങളോ അല്ലെങ്കിൽ ഉപചാരങ്ങളോ സ്നേഹപരിഗണനകളോ ഒന്നും MTയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ സമയമായാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ മാനസികമായി, അദ്ദേഹത്തിന് തിരക്കുകളൊന്നുമല്ല, മാനസികമായി ഇത് മതി എന്ന് തോന്നിയാൽ അദ്ദേഹം ചുണ്ടനക്കിക്കൊണ്ട് നോ പറയും. ആ നോ മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധി ഈ പോകുന്ന ആളിന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒപ്പം നിർത്തും. അപ്പം അന്ന് ഞങ്ങളിങ്ങനെ ദീർഘനേരം സംസാരിച്ചു. ഇപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ ഈ പല വലിയ എഴുത്തുകാർ, ഹെമിംഗ്വേ, മാർക്കേസ്, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഫോക്കനർ എന്നൊക്കെ പറയുന്ന വലിയ എഴുത്തുകാരെ കുറിച്ചൊക്കെ സംസാരിച്ച് വന്നപ്പോൾ അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തെ നമ്മൾ ആഴത്തിൽ അറിഞ്ഞത് അക്കാലത്തും ഇക്കാലത്തുമുള്ള പാരീസ് റിവ്യൂ എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്നൊരു വലിയ പ്രസിദ്ധമായ മാസികയുണ്ട്. ആ മാസികയിലെ ഓരോ ലക്കത്തിലും ഒരു പ്രധാനപ്പെട്ട ലോകത്തിലെ എഴുത്തുകാരനുമായിട്ടുള്ള അഭിമുഖമുണ്ടാകും. വളരെ ദീർഘമായ അഭിമുഖം. ഒരുപക്ഷെ ഒരു ജീവചരിത്രത്തിന് സമാനമാണ് ആ അഭിമുഖം. അത്ര ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന അഭിമുഖം. 1-2 വർഷം എടുത്താണ് അത് ചെയ്യുന്നത്. അത്ര എഡിറ്റോറിയൽ കണ്ടന്റുള്ള മാസികയാണ്. അപ്പോൾ ആ അഭിമുഖത്തെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനിടയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, പാരീസ് റിവ്യൂ ഞാൻ 60-കൾ തൊട്ട് വാങ്ങിക്കുന്നതാണ്, കുറച്ചു കാലമായിട്ട് കാണാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചായി ഞാൻ പറഞ്ഞു, പുതിയതും ഞാൻ കാണാറുണ്ട്, ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, കിട്ടാറുണ്ട്, ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. ഇറങ്ങാൻ പോകുമ്പോൾ ഞാനൊരു കുസൃതിക്ക് ചോദിച്ചു, പാരീസ് റിവ്യൂ ഇൻ്റർവ്യൂ പോലെയൊന്നും നമുക്ക് പറ്റില്ല, പക്ഷേ നമുക്കൊരു അഭിമുഖം നടത്തിയാലോ എന്ന്. ഒരു അടുപ്പം കാണിച്ചതിൻ്റെ ബലത്തിൽ ഞാനൊന്ന് ചോദിച്ചതാണ്. ഉത്തരം തീർച്ചയായിട്ടും
നോ ആയിരിക്കും. ഈ ചുണ്ട് അമർത്തിയാൽ എന്താണ് ഉത്തരം, ഇത് അമർത്തിയാൽ എന്താണ് ഉത്തരം എന്ന് എനിക്ക് അപ്പോഴത്തേക്ക് പിടികിട്ടിയിരുന്നു. ഉത്തരമായിട്ടൊന്നും വളരെ ചുരുക്കമേ വരുള്ളൂ. എൻ്റെ ഭാഗ്യത്തിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അതൊരു വേറൊരു ഞെട്ടലായിരുന്നു. ഒരു അടിസ്ഥാനപരമായ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളെ താലോലിക്കുകയും അതിനകത്ത് ആധികാരികമായ അറിവുണ്ട് എന്ന് തോന്നുന്ന ഒരാളോട് കാണിച്ച പരിഗണനയായിട്ടാണ് അതിനെ കാണുന്നത്. അല്ലാതെ പ്രിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പമല്ലത്. ആ വിഷയം കൈകാര്യം ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പുള്ള ഒരാളാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് അദ്ദേഹം ചെയ്ത ഒരു ഇപ്പം ഞാൻ പറഞ്ഞു ചെയ്യാൻ സന്തോഷം എന്ന് പറഞ്ഞു. പിന്നീട് എപ്പോഴും എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചൊന്നുമില്ല. പിന്നീട് ഒരിക്കലും നമുക്ക് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞു. ഞാൻ അതിൻ്റെ സന്തോഷത്തിൽ വരുന്ന വഴിക്ക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കയറി. അന്ന് അവിടെ കമൽറാം സജീവ് എന്ന് പറയുന്ന പത്രാധിപരുടെ അപ്പോൾ കമൽറാമിനോട് എൻ്റെ ഒരു ആഹ്ലാദത്തിന് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു വലിയ അത്ഭുതം ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യം യാദൃശ്ചികമായി എൻ്റെ മനസ്സിൽ വരികയും അദ്ദേഹം സമ്മതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല നടക്കും. അപ്പോൾ കമൽറാം പറഞ്ഞു, സമ്മതം തന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കും, ചെയ്തിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ വർഷത്തെ ഓണപ്പതിപ്പിൻ്റെ കവറായിട്ട് അത് ചെയ്യും എന്ന് അവർ പറയാം. അപ്പോൾ ഞാൻ കൂടുതൽ സന്തോഷമുണ്ട്. പക്ഷെ നമ്മളൊന്നും തുടങ്ങിയിട്ട് പോലുമില്ല. ഒരു പത്രാധിപരത് ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓണപ്പതിപ്പിൻ്റെ കവറടിക്കണമെങ്കിൽ നേരത്തെ പോകേണ്ടതാണ്, അപ്പോൾ അത് ഉടനടി ഉറപ്പാക്കിയിട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടു. തിരിച്ചു വന്ന് ഞാൻ ആദ്യം ചെയ്തത് വീണ്ടും വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു അപരാധം ചെയ്തു, ഞാനിത് അറിയാതെ കമൽറാമിനോട് പറഞ്ഞു പോയി. അപ്പോൾ അവർക്കത് ഓണപ്പതിപ്പ് എന്ന് പറയുന്നൊരു ആവേശം വന്നിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു. കുറച്ച് സമയമൊന്നും പറയാതിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഏതോ ഒരു ദിവസം പറഞ്ഞു, അത്രാം തീയതി നീ വന്നോളൂ എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ഞാൻ തയ്യാറെടുത്ത് കുറേ മനസ്സിലിങ്ങനെ കാര്യങ്ങളൊക്കെ ആക്കി ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാനുള്ളതൊക്കെ ആയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാവിലെ ചെല്ലുമ്പോൾ ഞാൻ പെട്ടെന്ന് അസ്വസ്ഥനായി. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാറ് വന്നിട്ടുണ്ട്. സാധാരണ അവിടെ കാറ് വരുന്നത് അദ്ദേഹം എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ കാറ് വരില്ല. അപ്പോൾ ഡ്രൈവറും കാറും ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ പോകാൻ തയ്യാറായി, നല്ല മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് മറന്നു, ഞാൻ വെറുതെ കൊച്ചിയിൽ നിന്ന് അവിടം വരെ പോയതാണോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വാ ഷാർപ്പ് 9 മണി. ഞാൻ 9 മണിക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് എത്തണമെന്ന് ഞാൻ പഠിച്ചത്. അപ്പോൾ 9 മണി ഞാൻ എടുത്തു. അദ്ദേഹം 9 മണിക്ക് ഷർട്ടിട്ട് കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് നമുക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടി തന്നെയാണ് തയ്യാറായത്. പക്ഷേ വീട്ടിൽ വെച്ചല്ല, അദ്ദേഹത്തിന് പുസ്തകങ്ങളൊക്കെ വയ്ക്കുന്നൊരു ഫ്ലാറ്റ് ഉണ്ട് അതിനടുത്ത്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കാറിൽ കയറി ഫ്ലാറ്റിലെത്തി. അപ്പോൾ എനിക്ക് കൂടുതൽ പ്രശ്നമായി. കാരണം ഈ ഫ്ലാറ്റിൽ ഞാനും MD മാത്രമേ ഉള്ളൂ. വീട്ടിലാണ് 2 കൂടെയുള്ള ബന്ധുക്കളൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. ആ ബന്ധുക്കളൊന്നും പച്ചവെള്ളം കൊണ്ട് തരില്ല, പക്ഷെ എന്നാലും കാണാറുണ്ട്. അപ്പോൾ ഒരു വേറൊരാൾ കൂടി ഉണ്ടല്ലോ എന്നുള്ള ഒരു ബലമുണ്ടായിരുന്നു. ഫ്ലാറ്റിലെത്തിയ ഉടനെ ഡ്രൈവറോട് പറഞ്ഞു, വളരെ കൃത്യമാണല്ലോ, ആ കൃത്യതയെക്കുറിച്ച് പറയാനാണ് ഞാൻ പറയുന്നത്, 12:30 മണിയാകുമ്പോൾ നീ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരണം, സുധീറിന് ഇന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരണം. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഭക്ഷണം ചില ആയുർവേദ ക്രമങ്ങളുള്ളത് തനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ വെജിറ്റേറിയനാണ്, അത് MD മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് വരണം തപ്പോൾ. ഞാനും അദ്ദേഹവും മാത്രം ആ ഫ്ലാറ്റിൽ വാതിലടച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുകയോ ഒന്ന് കാണണമെന്ന് മാത്രം ആഗ്രഹിച്ച സ്ഥലത്താണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിലെത്തുന്നത്. അദ്ദേഹം പതിവ് പോലെ ഒരു മേശയുടെ അപ്പുറത്തിരിക്കുന്നു, ഞാൻ ഇപ്പുറത്തിരിക്കുന്നു. സിഗർ ലൈറ്ററും ബീഡിയും തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങുകയാണ്. അന്ന് 5 മണിക്ക് തീരുമ്പോഴേക്ക് ഒരു സിഗർ ലൈറ്ററിൻ്റെ മുഴുവൻ തീരുകയും രണ്ടാമത്തെ തുടങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കാം എത്ര ബീഡി വലിച്ചു എന്നുള്ളത്. ഇതിനിടയിൽ ഞങ്ങളിങ്ങനെ പറയും, ചോദ്യോത്തരമൊന്നുമല്ല, ചില ആശങ്കകൾ ഞാൻ പറയും, ചില കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് വയ്ക്കും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് വളരെ വളരെ കൃത്യതയോടുകൂടി ഇങ്ങനെ മെല്ലെ പറയും. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. താൻ ഉറങ്ങാറുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ 10 മിനിറ്റ് കിടന്നിട്ട് വരും. കൃത്യം 10 മിനിറ്റ് കഴിയുമ്പോൾ വന്നു, വീണ്ടും തുടർന്നു. ഇങ്ങനെ ഞങ്ങൾ 2 ദിവസം. ഈ അഭിമുഖം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം MT എന്ന് പറയുന്ന എഴുത്തുകാരൻ, നേരത്തെ പറഞ്ഞ എൻ്റെ അഭിമുഖത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു, എഴുത്തുകാരൻ ആരാണ്, അദ്ദേഹം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, എന്തൊരു നിലപാടിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വളരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരവസരം എന്ന രീതിയിലാണ് ഞാൻ കണക്കാക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, 20-ാം നൂറ്റാണ്ടിൻ്റെ കേരളം വളരെ വലിയ ഒരു സാമൂഹിക സാംസ്കാരികമായ ഉന്നമനം കടന്നു പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ചില കാലങ്ങൾ ചിലപ്പോൾ വലിയ മനുഷ്യരെ സൃഷ്ടിക്കും. അങ്ങനെ 20-ാം നൂറ്റാണ്ട് വലിയ മനുഷ്യരെ സൃഷ്ടിച്ച ഒരു കാലമാണ്. രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും കലാരംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ വളരെ ഉന്നത ശീർഷരായ, വളരെ ധാർമ്മികത ബോധമുള്ള,
ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വലിയ കൺസേൺസ് ഉള്ള വലിയ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നാരായണ ഗുരു തൊട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് തുടങ്ങാം. EMS ഉണ്ട്, അച്യുതമേനോനുണ്ട്, ശാസ്ത്രരംഗത്തുള്ളവരുണ്ട്, തകഴിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള വലിയ മനുഷ്യർ. ആ കൂട്ടത്തിലെ അവസാന കണ്ണിയായി MT വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനൊരു അവസരമായി എന്ന്, ആ കൂട്ടത്തിലെ അവസാന കണ്ണി എന്നാണ് ഞാൻ MT അടയാളപ്പെടുത്താൻ പോകുന്നത്. കാരണം അങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തുന്നത്. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ മാത്രമൊന്നുമല്ല, തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ ഏതു രീതിയിലാണ് ഉയർച്ചയിലേക്ക് നയിക്കുക, അവരുടെ നേരിൻ്റെ പാതയിലേക്ക്, നന്മയുടെ പാതയിലേക്ക് ഒരു മാനവികമായൊരു സമൂഹമായി സൃഷ്ടിക്കുക എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ധൈര്യം കാണിച്ച മനുഷ്യർ. നമുക്കൊക്കെ അറിയാം, ഇതേ കേരളത്തിലാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ട് അവസാന കാലത്ത് വലിയ രീതിയിലുള്ള ഉച്ചനീചത്വങ്ങളും അനീതികളും ഒക്കെ ഉണ്ടായത്. അതിൻ്റെ ചെറിയ അവശിഷ്ടങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നൊരു കാലത്താണ് നമ്മളിപ്പോൾ MT ഓർമ്മിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്തെല്ലാം തരത്തിലുള്ള ദുരാചാരങ്ങളാണ് കേരളത്തിലുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് മലബാറുണ്ടായിരുന്നു. വിവേകാനന്ദനെ പോലുള്ള മനുഷ്യർ ഇവിടെ വന്നിട്ട് ഭ്രാന്താലയം എന്ന് സൂചിപ്പിക്കത്തക്ക രീതിയിലുള്ള മോശപ്പെട്ട അവസ്ഥ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് വിവേകാനന്ദൻ. ഇപ്പോൾ ഇവിടെ മാത്രം വന്നിട്ട് എങ്ങനെ പറയേണ്ടി വന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിലുള്ള കേരളത്തെ ഇന്ന് ലോകത്തിലെ യൂറോപ്പ് പോലുള്ള സാമൂഹിക സാംസ്കാരിക ഉന്നമതിയിലേക്ക് എത്തിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ളത് തിരിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ മനുഷ്യരെയൊക്കെ നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഇവരാരായിരുന്നു, ഇവർ ഏത് പ്രസ്ഥാനം, ഇവർക്ക് എന്ത് പിഴവ് പറ്റിയെന്ന് അന്വേഷിക്കുന്നതിലൊന്നും അർത്ഥവുമില്ല. പക്ഷെ ഇവരെല്ലാം കൂടി ചേർന്നാണ് നമ്മളെ വളരെ ആധുനിക മനുഷ്യരാക്കി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ പങ്കുവഹിച്ച വലിയ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന രീതിയിലാണ് MT നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ വേണം നമ്മൾ MTയെ ഇനിയെങ്കിലും ഓർമ്മിക്കാൻ. നമ്മൾ 2 സിനിമയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ 2 നോവലിൻ്റെ പേര് പറഞ്ഞ് അത് എഴുതിയ ആൾ അതിനെ വിശദീകരിച്ചല്ല MTയെ ഓർമ്മിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ MT. അന്ന് MTയുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെക്കുറിച്ചും എൻ്റെ ചോദ്യങ്ങളുണ്ട്, അതിലൊക്കെ പലതരത്തിലുള്ള ഉത്തരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം അടിസ്ഥാനപരമായി എഴുത്തുകാരനാണ്. എഴുതുക എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചുറ്റും എൻ്റെ വൈയക്തികമായ ജീവിതവും എൻ്റെ സാമൂഹിക അവസ്ഥയും എന്നിൽ ഒരുപാട് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ അസ്വസ്ഥതയിൽ നിന്നുള്ള മോചനമാണ് എനിക്ക് എഴുത്ത് എന്നാണ്. സാമൂഹികമായ അസ്വസ്ഥതയിൽ നിന്നുള്ള മോചനമായതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലുണ്ടായ സാമൂഹിക ക്രമങ്ങളെ, ഫ്യൂഡലിസവും മരുമക്കത്തായും ഒക്കെ ഉള്ള ക്രമങ്ങളുടെ ചരിത്രത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹം രചനകളിലേക്ക് തയ്യാറായത്. വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് മനുഷ്യൻ എങ്ങനെയാവണമെന്നതിനെക്കുറിച്ചുള്ള വലിയ പര്യാലോചനകൾ, അസ്വസ്ഥതകൾ ആ മനുഷ്യനുണ്ടായിരുന്നു. ഒരാൾ എങ്ങനെയായിപ്പോയാൽ അതെന്തുകൊണ്ട് എന്ന് അന്വേഷിക്കാനുള്ള ഒരു തീവ്രമായ മനസ്സ്. ആ മനസ്സുകൊണ്ടാണ് അതിനകത്ത് ഏത് കാലത്തും മരുമക്കത്തായവും ആ കാലഘട്ടത്തിൻ്റെ ഫ്യൂഡൽ വ്യവസ്ഥയൊന്നും അന്വേഷിച്ചിട്ടൊന്നുമല്ല 21-ാം നൂറ്റാണ്ടിലെ മലയാളി MT വായിക്കുന്നത്. അത് അതിനകത്തുള്ള സർഗാത്മകമായ ഒരു ഊർജം, മനുഷ്യൻ എന്ന് പറയുന്ന ആ നമ്മളെ വൈയക്തിയും ഒരു മാനസികമായി നമ്മൾ ഏതൊക്കെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നതെന്നുള്ള ഊർജ്ജം കണ്ടെത്താനാണ് അത് വായിക്കുന്നത്. ചരിത്രപരമായി വായിച്ചാൽ മാത്രമേ മറ്റത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ വായിക്കാൻ കഴിയുന്നത് MT തൻ്റെ ജീവിതത്തോടും തൻ്റെ കാലത്തോടും വളരെ കൃത്യനിഷ്ഠയോടെ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ തന്നെ മാനസികമായി സംവദിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഉള്ള രചനകളിലൂടെ ഏർപ്പെടുക എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയും, അതിനുവേണ്ടി എഴുതുകയും ചെയ്തു എന്നുള്ളതാണ്. MTയുടെ എഴുത്തിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എന്തുമാത്രം ആത്മവിശ്വാസം ഉണ്ടായിരുന്ന മനുഷ്യനാണെന്നുള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇന്ന് വരെ അദ്ദേഹം എഴുതിയ ഒരു രചന പോലും മറ്റൊരാളെ കാണിച്ചിട്ടില്ല. ഒരു പത്രത്തിന് അയക്കുമ്പോൾ അല്ലെങ്കിൽ അത് നോവൽ പൂർത്തിയാക്കുമ്പോൾ അവനവൻ വീണ്ടും വായിച്ച് തൃപ്തി വരിക എന്നതിനപ്പുറം, ഇന്നിപ്പോൾ നമ്മൾ എഴുത്തുകാരൊക്കെ പറയാറുണ്ട്, സുഹൃത്തുക്കൾക്ക് കൊടുത്തു, മറ്റ് പത്രക്കാർക്ക് കൊടുത്തു, അവരൊക്കെ വായിച്ച് അവരെ കൂടി അഭിപ്രായങ്ങൾ അറിഞ്ഞ് അതിനെ ഞാൻ പുതുക്കി പണിതു എന്ന് എല്ലാവരും പറയുന്നത് നമുക്ക് കേൾക്കാം. MT വാസുദേവൻ നായർ ഇന്ന് വരെ അദ്ദേഹം എഴുതിയ ഒരു ലേഖനമോ ഒരു കഥയോ ഒരു സിനിമാ തിരക്കഥയോ മറ്റൊരാൾക്ക് വായിക്കാൻ കൊടുക്കില്ല. താൻ വായിക്കും, വീണ്ടും വായിക്കും, വീണ്ടും വായിക്കും, തൃപ്തി വന്നാൽ പ്രസിദ്ധീകരിക്കും. അങ്ങനെ തൃപ്തി വരാത്തിടത്തോളം കാലം ഒന്നും പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുകയുമില്ല. എന്തുകൊണ്ട് തൃപ്തി വരാത്തത് അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ, അവസാന കാലത്ത് MT വാസുദേവൻ നായർ മരിച്ചത് മനസ്സിൽ ശൂന്യമായിട്ടല്ല, ധാരാളം എഴുതാനുള്ള ആഗ്രഹങ്ങളും എഴുതാനുള്ള ചില തയ്യാറെടുപ്പുകളും അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കാണുമ്പോഴും ഞാൻ ചോദിച്ചിരുന്നു, 2024 ജനുവരിയിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ കോഴിക്കോട് വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്താവനയോട് വിവാദമായ പ്രസ്താവനയുടെ ദിവസം ഞാനും അദ്ദേഹം തമ്മിലായിരുന്നു സ്റ്റേജിലെ അഭിമുഖം, 1 മണിക്കൂറുള്ള.
അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവസാനമായിട്ട് പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എഴുതാനുള്ള എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എഴുതാനുള്ള പലതും എൻ്റെ മനസ്സിലുണ്ട്. ആ കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുണ്ടായിരുന്ന കാർഷിക പ്രതിസന്ധികളുമായി ചേർത്ത് ഒരു കർഷക കുടുംബത്തിൻ്റെ കഥ എൻ്റെ മനസ്സിൽ കുറേ കാലമായുണ്ട്. പക്ഷേ അത് എഴുതാൻ കഴിയുമായിരിക്കും, എനിക്കത് കഴിയണമെന്നുണ്ട്. കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നടക്കാതെ പോയി. ചില കഥകൾ, ജീവിതത്തിലെ ചില അനുഭവങ്ങൾ കഥകളായി എഴുതാത്തത് എഴുതണമെന്ന് അദ്ദേഹം ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങളുടെ അഭിമുഖത്തിന് ശേഷം പിന്നീട് ഒരിക്കൽ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എഴുതാതെ പോയ ചില കഥകൾ ഞാൻ പറയാം, അത് എഴുതണം എന്നോട് പറഞ്ഞു. 1-2 എന്നോട് പറയുകയും ചെയ്തു, അതും എഴുതാതെ പോയി. അപ്പോൾ ശൂന്യമായ മനസ്സോടുകൂടിയല്ല എം ടി വാസുദേവൻ നായർ ഈ ലോകം വിട്ടുപോയിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് പറയുന്നതിൻ്റെ ഉത്തരം ഇവിടെയാണുള്ളത്. അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലത് പൂർണ്ണതയിലെത്തി എഴുത്തിലേക്ക് വരുത്തി മാറ്റാൻ മാത്രമുള്ള ഒരു തൃപ്തി അദ്ദേഹത്തിന് തോന്നിയില്ല എന്നുള്ളതാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രമുഖരായ പല എഴുത്തുകാരും വാരികകൾ ചോദിക്കുമ്പോൾ, ഓണപ്പതിപ്പുകൾ വരുമ്പോൾ ഒന്നും മനസ്സിലില്ലെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാക്കി എഴുതി കൊടുത്ത് അവരുടെ മുൻകാല കൃതികളെ തന്നെ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ വികലമായ രചനകൾ ജനിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എം ടി ഒരിക്കലും തന്നെ 10-20 വർഷമായിട്ട് അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ട്. 2-ാമൂഴത്തിൻ്റെ സ്ക്രിപ്റ്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും തയ്യാറാക്കിയത് ഞാൻ കണ്ടിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു നടക്കാതെ പോയൊരു സ്വപ്നമാണ്. അത് വളരെ കർശനമായിട്ട് നോക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം എഴുതിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ യോഗത്തിൽ പിണറായി വിജയനെ ഉൾപ്പെടെ ഇരുത്തി അദ്ദേഹം വായിച്ച ആ വലിയ പ്രസംഗം, അത് അദ്ദേഹം എഴുതി തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, അത് അദ്ദേഹം എഴുതിയ അവസാനത്തെ രചനയാണ്. അവിടെ ലേഖനങ്ങൾ എഴുതിയതിലും ഇതേ കർശതയും കാർക്കശ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതികൾ. വായനയാണ് വായനക്കാരൻ എന്ന രീതിയിലാണോ എഴുത്തുകാരൻ എന്ന രീതിയിലാണോ കൂടുതൽ തൃപ്തി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സംശയമാണ്. കാരണം വായന അത്രമാത്രം ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. അത് വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ വായിക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നടന്ന് അതുള്ള വീടുകളിൽ പോവുകയും അക്കിത്തതിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് കാത്തിരുന്ന് പുസ്തകം എടുത്തുകൊണ്ടുപോയും അത് വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വായന കാര്യത്തിൽ ചില കളവ് പറഞ്ഞതുപോലും എന്നോട് അന്നത്തെ അഭിമുഖത്തിൽ പറഞ്ഞു. ഒരു വളരെ പ്രധാനപ്പെട്ട കോഴിക്കോട് ഒരു പുസ്തകക്കടയിൽ പൈസ ഇല്ല ആവശ്യത്തിന്. അപ്പോൾ പുസ്തകക്കടയിൽ പോയിട്ട് 2 പുസ്തകം എടുക്കും, ഒരു വളരെ വലിയ പുസ്തകവും ഒരു ചെറിയ പുസ്തകവും. എന്നിട്ട് അതിൻ്റെ ഓണറിനോട് പോയിട്ട് പറയും, ഇതിൽ ഒരെണ്ണം ഞാൻ വായിച്ചതാണെന്ന് സംശയമുണ്ട്, അതുകൊണ്ട് പൈസ തരാം, പക്ഷേ അഥവാ വായിച്ചതാണെങ്കിൽ ഞാൻ നാളെ തിരിച്ചു കൊണ്ടുവന്ന് വേറെ ഒന്നും എടുത്തോളാം എന്ന് പറയും. അപ്പോൾ വലിയ പുസ്തകം എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്ന് രാത്രി പോയിട്ട് ഉറങ്ങാതെ മുഴുവൻ വായിച്ചു തീർക്കും. രാവിലെ കടയിൽ പോയിട്ട് പറയും, ഇത് ഞാൻ വായിച്ചതാണ്, അതുകൊണ്ട് ഇത് തിരിച്ചെടുക്കണമെന്ന് എം ടി വാസുദേവൻ നായർ ചെയ്തിട്ടുള്ള ഒരു ചതി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ വായനയോടുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് വന്നത്തെ സാഹചര്യം കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ വായിച്ച ഒരാൾ ഈ പുസ്തക ലോകത്തായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വായനയെ ചിലപ്പോൾ ഒരു കൗതുകത്തോടെ ഒരു കൗശലത്തോടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ അഭിമുഖത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്ത, അദ്ദേഹത്തിന് അറിയാനിടയില്ലാത്ത ചില വലിയ എഴുത്തുകാരെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെ വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വെറുതെ ചോദിക്കും. അപ്പോൾ ഇല്ലെങ്കിൽ എനിക്കൊരു ഗമയാവാലോ എന്നൊക്കെ പറയും. എന്നെ എല്ലാ തരത്തിലും അദ്ദേഹം തോൽപ്പിച്ച് കളഞ്ഞു. ഒരു ബെൽജിയൻ എഴുത്തുകാരനുണ്ട്, ഒരു സെമിനോൺ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ കുറ്റാന്വേഷണ നോവൽ എഴുതി, വളരെ സാഹിത്യ ഭംഗിയുള്ള കുറ്റാന്വേഷണ നോവൽ എഴുതിയാണ്. അപ്പോൾ അദ്ദേഹം 1960-കളിൽ എഴുതുകളിലായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ കൃതികൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ഉറപ്പായിട്ടും എം ടി വായിക്കില്ല എന്നുള്ള തോന്നലോടാണ് ഞാൻ വായിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എപ്പോഴും ഒരു ഗ്യാപ്പുണ്ട് ഉത്തരത്തിന്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, സിമനൻ അദ്ദേഹം ഒരു 500-ലധികം കൃതികൾ എഴുതിയിട്ടുണ്ട്, ഞാനൊരു 400-എങ്കിലും വായിച്ചു കാണുന്നു. ഞാൻ ഒരു പുസ്തകം പോലും അദ്ദേഹം വായിച്ചിരിക്കില്ല, കേട്ടിരിക്കില്ല എന്ന് വിചാരിച്ച ബോധനെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് മാത്രമല്ല, അതിലെ 2-3 കഥാപാത്രങ്ങളെ ഓർത്തെടുക്കുകയും ചില സന്ദർഭങ്ങൾ അതേപോലെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഓർമ്മ എന്ന് പറയുന്നത് അസാധ്യമാണ്. ഓർമ്മ നഷ്ടപ്പെടുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ക്ലേശവും ഭയങ്കര അസാധ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഈ 90-ാം പിറന്നാൾ സമയത്ത് തുഞ്ചൻ പറമ്പിൽ വലിയ ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനവിടെ പോയിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഞാൻ കുറച്ച് വൈകിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലൊരു മുറിയുണ്ട്. ആ മുറി ചെറിയൊരു മുറിയാണ്. ആ മുറിയിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര്, മന്ത്രിമാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, സിനിമക്കാരുണ്ട്, പലരുണ്ട്. എല്ലാവരും മുറി നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ആരൊക്കെയോ ഷോൾ കൊണ്ടിടുന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രധാന പ്രശ്നം വീടി കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം അവിടെ വീടി വലിക്കാൻ പറ്റില്ല, അതാണ് മുഖ്യ പ്രശ്നം. പിന്നെ ആളുകൾ അടുത്തിരിക്കുന്നത് ഇഷ്ടമല്ല.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പുസ്തകമായിട്ട് ചെല്ലുന്നത്. ഒരു സമ്മാനം എന്നുള്ള ഒരു പുതിയ പുസ്തകം, സ്പാനിഷ് ഷോർട്ട് സ്റ്റോറീസിൻ്റെ പുസ്തകം ഞാൻ കൊണ്ട് അതിനകത്ത് കൊടുത്തു. പുസ്തകം കിട്ടിയാൽ തീർച്ചയായിട്ടും എനിക്കറിയാം പുസ്തകം ഞാനാണ് തന്നതെന്ന് മനസ്സിലാക്കി പിന്നെ പുസ്തകത്തിലേക്ക് പോകും, പിന്നെ മറക്കും, സ്ഥിരമുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാലേ പിന്നെ വരുള്ളൂ. അപ്പോൾ ഞാൻ ഉടനെ ആ തിരക്ക് കാരണം ഞാൻ അടുത്ത മുറിയിലേക്ക് മാറി നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞാണ് ആരോ വിട്ടിട്ട് എന്നോട് പറഞ്ഞ് സുധീറിനെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തേക്ക് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, ആൽബർട്ട് കാമുവിൻ്റെ പ്ലേഗിലെ ആ ഡോക്ടറെ പേരോർമ്മയുണ്ടെന്ന് എനിക്ക് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബെർണാഡ് റെക്സ്. ബെർണാഡ് റെക്സ് ഓർത്തെടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 2 ദിവസമായി അത് കിട്ടാതെ വിഷമിക്കുകയാണ്. ഈ 2 ദിവസമായി വിഷമിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ദിവസമായിട്ട് 90-ാം പിറന്നാളും വിളിച്ച് ആശംസിച്ചവരൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് കിട്ടാനുള്ള ആവേശത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ അന്ന് പറയുകയും പിന്നെയും വീണ്ടും പുസ്തകത്തിലേക്ക് കഴിഞ്ഞ് മറക്കുകയും ചെയ്തു. അന്നത്തെ അതൊരു വായനക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആർത്തിയാണ്, എങ്ങനെയാണ് വായന അദ്ദേഹം കാണുന്നത് എന്നുള്ളത്. ലോകസാഹിത്യത്തിലെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ലോകസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ തരത്തിലുള്ള സാഹിത്യത്തെയും, നാടകമായാലും കവിതയായാലും ആത്മകഥയായാലും എല്ലാം ആസ്വദിക്കുകയും വായിക്കുകയും അതിനെ ചരിത്രപരമായും സാംസ്കാരികമായും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ സാഹിത്യം ലോകസാഹിത്യത്തിൻ്റെ അടുത്തൊന്നും വരില്ല എന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. മൗലിക രചനയിൽ നമ്മൾ വിസ്തൃതമായ വിശാലമായ വലിയ സാഹിത്യത്തിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് ഇതിനെപ്പറ്റി. അതുകൊണ്ടാണ് ഞാനൊരു എഴുത്തുകാരനാണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴും എനിക്ക് എഴുത്തുകാരനാണെന്ന് പറയാനുള്ള ധൈര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അന്നത്തെ ഒരു അനുഭവം കൂടി എനിക്കറിയില്ല എത്ര സമയം ഞാൻ സംസാരിക്കാൻ, ഞാൻ ഒരുപാട് സംസാരിച്ചു പോകും. കുറച്ചുകൂടി സംസാരിക്കാം, ഒരു 10 മിനിറ്റ് കൂടി എടുക്കാം. അപ്പോൾ അന്നത്തെ വൈകുന്നേരം അവിടെ അദ്ദേഹത്തിൻ്റെ മകൾ അശ്വതിയുടെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ഡാൻസ് രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ സെമിനാറുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളെക്കുറിച്ച്, നാടകങ്ങളെക്കുറിച്ച്, നോവലുകളെക്കുറിച്ച്, സിനിമകളെക്കുറിച്ച് പല സെമിനാറുകളും. ഇതൊന്നും അദ്ദേഹം കാണാനോ കേൾക്കാനോ പോയിട്ടില്ല, ഈ മുറിയിൽ തന്നെ അടച്ചിരുന്നു. ഈ അശ്വതി നിർബന്ധിച്ചു, വൈകുന്നേരം അച്ഛൻ എന്തായാലും വരണം എൻ്റെ നൃത്തം കാണാൻ തോന്നുന്നു. അപ്പോൾ സമ്മതിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുമ്പോഴും അദ്ദേഹം ചില സാഹിത്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. മുന്നിൽ അദ്ദേഹം പോയിരുന്നു, കുറച്ച് പുറകിലായിട്ട് ഞാനിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, കൊച്ചുമകനൊക്കെ ഉണ്ട്. അശ്വതി ഡാൻസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു 3-4 ഡാൻസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാം എഴുന്നേറ്റ് ആരുടെയോ സഹായത്തോടെ പുറത്ത് വന്ന് നിൽക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. പുറത്തു നിന്ന് ഒരു 5 മിനിറ്റ് നോക്കി, പിന്നെ വീണ്ടും തിരിച്ചാരോടോ പറഞ്ഞ് അപ്പോഴേക്ക് വയ്യായതായിരുന്നു, മുറിയിലേക്ക് പോയി. ഡാൻസ് കഴിഞ്ഞപ്പോൾ കുറേ വൈകി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ അസ്വസ്ഥത വന്ന് കാണും, ക്ഷീണം വന്ന് കാണുമെന്ന് പറഞ്ഞു. പോകുമ്പോൾ എപ്പോഴും ഞാൻ പോവാന്ന് പറയാൻ വേണ്ടി ഞാനവിടെ പോകും, അല്ലെങ്കിൽ പരാതി പറയും. അപ്പോൾ ഞാൻ ആ മുറിയിൽ കയറിയപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ വീടി പോലും വലിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ക്ഷീണമായോ, അസ്വസ്ഥമല്ലോ എന്തോ? അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല താൻ ഇരിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, അശ്വതി ഗാന്ധാരി വിലാപമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഗാന്ധാരി വിലാപം കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനത് അവൾ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല, എങ്കിൽ ഞാൻ പോവില്ല. MT വാസുദേവൻ നായർ മനസ്സിൽ തട്ടാതെ ഒരു കാര്യം പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. മകളുടെ ഡാൻസ് കാണാതിരിക്കാനുള്ള കാരണം ഒരുപക്ഷെ നമ്മൾ വിചിത്രമായിട്ട് തോന്നാം. പക്ഷേ എന്നിട്ട് ഗാന്ധാരിയുടെ വിലാപം എന്താണെന്ന് എനിക്ക് വിശദീകരിച്ചു. 101 മക്കളുള്ളതിൽ 100 പേരും കൊല്ലപ്പെട്ട ഗാന്ധാരിയുടെ ദുഃഖമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് അദ്ദേഹം എന്നോട് പറയുക. അതുകൊണ്ടാണ് ഞാൻ അസ്വസ്ഥനായത്. ഇത് ആത്മാർത്ഥമായിട്ടും പറഞ്ഞതാണ്. അദ്ദേഹം സാഹിത്യം വായിച്ചു കഴിഞ്ഞാൽ സാഹിത്യത്തിൻ്റെ അതിൻ്റെ വൈകാരിക തലത്തിൽ, അതിനോടൊത്ത് അനുഭവ തലത്തിൽ ഇഴകി ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്ന മനുഷ്യനാണ്. എന്തുകൊണ്ട് 2-ാം ഊഴം എഴുതി എന്ന ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മഹാഭാരതം ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. പലതവണ വായിക്കുമ്പോഴും നമുക്കൊക്കെ വേണ്ടി വ്യാസൻ എന്തെല്ലാമോ ഒഴിച്ചിട്ടിട്ടുണ്ട് എന്ന തോന്നൽ എനിക്കുണ്ടാവാറുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധത്തിനിടയിൽ ഘടോത്കചൻ വരുന്നു. ഘടോത്കചൻ യുദ്ധത്തിൻ്റെ മൊത്തം ഘടനയെ മാറ്റിമറിച്ച യോദ്ധാവാണ്. കടൽ വഴിയും വായു വഴിയും ഒക്കെ സഞ്ചരിച്ച് യുദ്ധത്തിൻ്റെ താളം തെറ്റിച്ച് കൗരവന്മാരെ വല്ലാതെ പ്രയാസത്തിലാക്കി. അപ്പോൾ അവസാനം അവർക്ക് നിർക്കക്കള്ളിയില്ലാതെയാണ് അർജുനന് വേണ്ടി കരുതി വെച്ച വേലെടുത്തിട്ട് ഘടോത്കചനെ അവർ കൊല്ലുന്നത്. കാരണം മുന്നോട്ട് പോകാൻ കഴിയില്ല. അടിസ്ഥാനപരമായി അത് അർജുനനെ കൊല്ലാൻ വേണ്ടി, അർജുനൻ്റെ വധം സാധിക്കാതെ പോകുന്നവർക്ക് അറിയും ചെയ്യാൻ, പക്ഷെ വേറെ നിർവാഹമില്ലാതെ ഘടോത്കചനെ കൊല്ലുകയാണ്. ഘടോത്കചനെ കൊന്ന് ഇതിൻ്റെ ദുഃഖം പാണ്ഡവർ, യുധിഷ്ഠിരും ഭീമനും അർജുനനും കൂടെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരങ്ങനെ കരയുകയായിരുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സദസ്സിലേക്ക് കൃഷ്ണൻ കടന്നു വരികയാണ്. അപ്പോൾ കൃഷ്ണൻ അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെല്ലാം ഇങ്ങനെ ദുഃഖിതരായിരിക്കുന്നത്? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, മോൻ പോയി, ഘടോത്കചൻ പോയി, അത് നമ്മളെ സഹിക്കാൻ പറ്റുന്നില്ല, എന്ത് കഷ്ടമാണ്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, അതിനെന്താ, അവൻ ചാവേണ്ടവനല്ലേ, അവൻ രാക്ഷസനല്ലേ, ദുഃഖിക്കല്ല, സന്തോഷിക്കൂ, ആഹ്ലാദിക്കൂ എന്ന് പറയുകയാണ്.
എം ടി പറയുന്നത് ഇത് കേട്ടു നിൽക്കുന്ന ഒരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, അത് ഭീമനാണ്. ആ ഭീമൻ്റെ ദുഃഖം, സ്വന്തം മകൻ കൊല്ലപ്പെട്ട ആ നിമിഷത്തിൽ അത് ആഘോഷിക്കാൻ പറയുന്ന തൻ്റെ സുഹൃത്തും തൻ്റെ സഹോദരങ്ങളും അനുഭവിച്ച ആ നിമിഷത്തിൽ ഭീമൻ്റെ വേദന എനിക്ക് കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് മനുഷ്യൻ്റെ വേദന. ആ മനുഷ്യൻ്റെ വേദനയാണ് എനിക്ക് രണ്ടാം ഊഴത്തിലൂടെ ഭീമനെ ആ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ്. ഇവിടെ നമ്മൾ വീണ്ടും മറ്റൊരു എം ടിയെ കാണാം. എം ടി നമുക്ക് വേണ്ടി മാത്രമല്ല സാഹിത്യം എഴുതിയത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആന്തരികമായ ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ കൂടിയാണ് സാഹിത്യം എഴുതിയത്. ഏറ്റവും അധികം ആന്തരികമായ ജീവിതം നയിച്ച ഒരു വലിയ മനുഷ്യൻ കൂടിയാണ് എം ടി വാസുദേവൻ നായർ. അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നുപോലും വെറും വാക്ക് പറയാതെ ഏതെങ്കിലും പ്രേരണയ്ക്ക് വശംവദനാകാതെ ഇങ്ങനെ ജീവിച്ചത്. ഇതിലുപരിയായി എം ടി വാസുദേവൻ നായർ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വളരെ ആവശ്യമാണെന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഏത് ഭരണാധികാരിക്കും എം ടി പറഞ്ഞാൽ തള്ളാൻ കഴിയില്ല എന്ന് കേരളീയ സമൂഹത്തിനറിയാം. കാരണം തള്ളാൻ പറ്റുന്ന ഒന്ന് എം ടി പറയാറില്ല. അഥവാ പറഞ്ഞാൽ, അവർ തള്ളിയാൽ അത് എം ടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ സമൂഹം അതിനെ എങ്ങനെ കാണുമെന്നുള്ള ഭയം എപ്പോഴും ഉണ്ടായിരുന്നു. കോഴിക്കോട് പ്രധാനപ്പെട്ട CPM നേതാക്കളൊക്കെ എന്നോട് പറയാറുണ്ട്, നമ്മുടെ ഒരു വലിയ പ്രശ്നം ഇവിടെയുണ്ട്, അതൊരു തരത്തിലും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ പാർട്ടി തലത്തിൽ പറഞ്ഞു നോക്കിയാൽ തീരില്ല. അവസാനം നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് മുഖ്യമന്ത്രി എം ടിയെ കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കും. നമ്മൾ അങ്ങോട്ട് പോയി വാസുവേട്ടൻ അതുവഴി പോകുമ്പോൾ ഒന്ന് കണ്ടാലോ എന്ന് പറയും. അതിൻ്റെ തലേ ദിവസം പോയി വാസുവേട്ടനോട് പറയും, വാസുവേട്ടൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഒന്ന് സൂചിപ്പിക്കണം എന്ന് പറയും. അത് പറഞ്ഞാൽ അന്ന് നടന്നിരിക്കും. ഇവർ 6 വർഷമായിട്ട് പറയാനൊക്കെ ആയിരിക്കും പാർട്ടി സംവിധാനത്തിലൂടെ. കോൺഗ്രസും അങ്ങനെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ അത് നടക്കില്ല. ഇദ്ദേഹം പറഞ്ഞാൽ അത് നടക്കും. അദ്ദേഹം അങ്ങനെ പറയുള്ളൂ. നമുക്കറിയാം എല്ലാ സമരങ്ങളും, മുത്തങ്ങ സമരമായാലും ശരി, ആണവ വിരുദ്ധ സമരമായാലും ശരി, മാറാട് കലാപമായാലും ശരി, നോട്ട് നിരോധനമായാലും അവിടെയൊക്കെ എം ടി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അനാവശ്യമായ ഇടപെടലുകൾ. ആ ഇടപെടലുകൾ ഇന്നും നമ്മളെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹം എന്ന് പറയുന്നത് എം ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കേരളത്തിലെ ഓരോ ചെറുതും വലുതുമായ നേതാക്കളെക്കുറിച്ച് ഞാൻ ചെല്ലുമ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കും. അയാൾ എന്താണോ അങ്ങനെ ആയിപ്പോയത്, ഇത് സത്യമാണോ ഇത്തരമൊക്കെ കേൾക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ വെറുതെ എഴുത്തുകാരനെന്ന് പറഞ്ഞ് എഴുത്തിൻ്റെ ആ ഒരു വലിയ ലോകത്തങ്ങനെ അതിൻ്റെ ആനന്ദം കണ്ട് വെറുതെ ഇരിക്കുന്ന എഴുത്തുകാരനല്ല അദ്ദേഹം. തൻ്റെ ചുറ്റുപാടുള്ള സമൂഹത്തെ, തൻ്റെ പ്രകൃതിയെ, നദികൾക്ക് വേണ്ടി, വനത്തിന് വേണ്ടിയിട്ട്, പ്രകൃതിക്ക് വേണ്ടി അദ്ദേഹം എന്തെല്ലാം ഏറ്റെടുത്തു, എന്തെല്ലാം എഴുതി. അത്തരം സന്ദർഭങ്ങളിൽ പോവുകയും മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അറിയാതെ ഇങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങൾ, ചില മനോരോഗികൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ സമഗ്രമായ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ജീവിതം, നേരത്തെ പറഞ്ഞതിലേക്കാണ്, ജീവിതം ഒരു പാഠപുസ്തകം എന്ന് പറഞ്ഞ് നോക്കാൻ നമ്മളൊരു മനുഷ്യനായിരിക്കും, നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളത് എം ടിയെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ പ്രധാനമായിരുന്നു. ബീഡി വലിയ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ആദ്യകാലത്ത് മദ്യപിച്ചിട്ടുണ്ട്, അതൊന്നുമല്ല പ്രശ്നം. ബീഡിയെക്കുറിച്ച് വ്യവസ്ഥകളെ 2-3 മാസം മുന്നേ ഇവിടെ അദ്ദേഹത്തിൻ്റെ മകളൊക്കെ 8-9 സിനിമ വന്നല്ലോ, മനോരഥങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ സിനിമ അതിൻ്റെ ഒരു റിവ്യൂവിനും മൺമുടി മോഹൻലാലിനെയും കൂടി ചെയ്തപ്പോൾ ഇവിടെ ക്രൗൺ പ്ലാസയിൽ വന്നപ്പോൾ വൈകുന്നേരം എന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ വൈകുന്നേരം 4 മണിക്ക് പോയി. അപ്പോൾ എന്നെ കണ്ട ഉടനടി പതിവ് പോലെ ആ വീട്ടിലെ അവസ്ഥയിലുള്ളത് ലുങ്കിയും ബട്ടണിടാതെ അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ കൊച്ചുമോനോട് നീ ഒരു ബീഡി എടുക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ബീഡി കൊടുക്കാതിരിക്കുക. കുറച്ച് കാലമായി ബീഡി കൊടുക്കുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ട്, കൊടുക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് പറയില്ല എന്നുള്ള വിശ്വാസത്തിൽ അവനോട് പറഞ്ഞ് അവനോട് ചോദിച്ചൊരു ബീഡി കൊടുത്തു. ബീഡി കൊടുത്താൽ പ്രശ്നമാണ്. കാരണം ഈ ക്രൗൺ പ്ലാസയിലൊക്കെ ഈ ഫയർ കയറി പിടിക്കും. അപ്പോൾ അത് ആദ്യം അവരോട് പറഞ്ഞ് അറിയിച്ചൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ ഞാൻ വെറുതെ കാഷ്വലായിട്ട് ചോദിച്ചു, ഈ ബീഡിക്ക് പകരം ഞാനൊരു ബീഡി കൊണ്ടു തന്നാൽ ഇത് തിരിച്ചറിയുമോ? അപ്പോൾ എന്നോട് അതൊക്കെ തിരിച്ചറിയും, ഇത് ഗണേഷ് ബീഡിയാണ്. പക്ഷേ പഴയ ഗുണമൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതെ ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചു, ഇതുവരെ വലിച്ചതിൽ ഏറ്റവും നല്ല ബീഡി ഏതാണ്? അപ്പോൾ അയാൾ കുറേ നേരം ആലോചിച്ച്, വളരെ സില്ലിയായൊരു ചോദ്യമാണ്, വെറുതെ ചോദിച്ചതാണ്, എന്തെങ്കിലും പറയണേ. അപ്പോൾ എന്നോട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് പി കുഞ്ഞിരാമൻ നായർ വീട്ടിൽ നിന്ന് ബീഡി ചേർത്ത് കൊണ്ടുത്തരുമായിരുന്നു, അതിൻ്റെ സുഖം വേറെ ഒന്നും കിട്ടിയിട്ടില്ല. നോക്കണേ ഏത് കാലമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നും വെറുതെ പറയേണ്ട കാര്യമൊന്നുമില്ല, അത് കണ്ടെത്തണ്ട. അപ്പോൾ ഓർത്തെടുത്തിട്ട് കുഞ്ഞിരാമൻ നായർ പണ്ട് കൊണ്ടുവന്ന വീഡിയോ ഓർമ്മിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തെ ഓരോ കാര്യത്തെയും കണ്ടിരുന്ന ഈ സൂക്ഷ്മതയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ പല തലമുറകളിലെ മനുഷ്യർക്ക്, ഇനി വരാൻ പോകുന്ന നമ്മുടെ കുട്ടികൾക്കും അവർക്കും ആസ്വദിക്കാവുന്ന, അവരുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്താവുന്ന ഒരു സാഹിത്യമായി നിലകൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തും വായനയും ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനെ ഗൗരവമായി എടുക്കേണ്ട എന്നാണ്.
നിർമാല്യം പോലുള്ള സിനിമ എടുത്ത ആളാണ് പറയുന്നത് ചലച്ചിത്രം എൻ്റെ അത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. യാദൃശ്ചികമായി തൃശ്ശൂരിലൊരു സുഹൃത്ത് ശോഭന പരമേശ്വരൻ നായർ എന്ന് പറയുന്നൊരു സുഹൃത്തിനെ കാണാൻ ഒരു ദിവസം പോയപ്പോൾ അവരൊരു സിനിമയുടെ സെറ്റിൽ തോപ്പിൽ വാസിയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒരു ശോഭന പരമേശ്വരൻ വാസു നിൻ്റെ ആ കഥ നമുക്ക് സിനിമയാക്കണം, നീ തന്നെ തിരക്കഥ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിരക്കഥയൊന്നുമില്ല, എനിക്കൊന്നും അറിയാത്ത കാര്യമാണെന്ന് പറഞ്ഞു. തോപ്പിൽ വാസി എഴുതട്ടെ എന്ന്, ഇല്ലില്ല നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആദ്യത്തെ സിനിമ വരുന്നതും സിനിമാ ലോകത്തേക്ക് എം ടി വാസുദേവൻ നായർ വന്ന് വീഴുന്നതും. പക്ഷെ പിന്നീട് അത് മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മാറ്റി എഴുതുന്ന ഒരവസ്ഥയിലേക്ക് വരും. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തെ അക്കാലത്ത് തിരക്കഥ പഠിപ്പിക്കാനുള്ള ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു താല്പര്യമില്ലായിരുന്നു, പക്ഷേ ആരോ പറഞ്ഞറിഞ്ഞു അവിടെ വലിയൊരു ലൈബ്രറി ഉണ്ട്, സിനിമയെക്കുറിച്ചുള്ള വിശാലമായ പുസ്തകങ്ങളുണ്ട്, ലോക സിനിമയുടെ ഒരു കളക്ഷനുണ്ട്, അതെന്നെ ആകർഷിച്ചു. അതുകൊണ്ട് ഞാനത് സ്വീകരിച്ച് കുറച്ച് മാസം അവിടെ പോയി കുറച്ച് ക്ലാസ്സൊക്കെ എടുത്ത് ഇതൊക്കെ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ എന്താണ് തനിക്ക് ജീവിതത്തിൽ ഗൗരവതരമായത് എന്ന് ഓർത്തെടുക്കുകയും അതിൻ്റെ പുറകെ മാത്രം പോവുകയും, അല്ലാതെ അവിടെ ഒരു വർണ്ണാഭമായ ലോകമുണ്ട് അതുകൊണ്ട് ഞാനവിടെ പോയേക്കാം എന്ന ധാരണ എം ടി വാസുദേവൻ നായർക്കില്ല. അപ്പോൾ ആര് തന്നെ ഏതെല്ലാം പ്രലോഭനമൊക്കെ വന്നാലും ഒരു അഭിമുഖമോ അല്ലെങ്കിൽ ഒരു വിഷ്വലിനോ ഒന്നും എം ടി ഫോട്ടോ എടുക്കാൻ പോലും വളരെ പ്രയാസമാണ്. സെൽഫി എടുക്കുന്ന കാലമാണ്. എം ടി 2 സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കി സെൽഫി എടുക്കുന്നത് തടഞ്ഞു. നമുക്കതിനെ വേറെ രീതിയിൽ കാണാം. പക്ഷേ അദ്ദേഹത്തിന് അത് അസ്വസ്ഥ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് സ്വീകാര്യമല്ല ആര് ചെയ്താലും. എന്നാൽ ഞാൻ സ്നേഹത്തോടെ എൻ്റെ കൂട്ടുകാരവിടെയാണ് പോകുന്നത്, ഞാനൊരിക്കലും കൂടെ നിന്ന് പടം എടുക്കണമെന്ന് പറയല്ല. എൻ്റെ കൂട്ടുകാരും നീ ഒന്ന് പോകല്ലേ, ഒരു ജീവിതാഭിലാഷമാണ്, ഒന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നൊരു പടം നമ്മൾ ചോദിച്ചു നോക്കാം. എല്ലാവരോടും സമ്മതിച്ചിട്ടുണ്ട്. ഏറ്റവും ഇപ്പോൾ നമ്മളറിയാം അറിയപ്പെടാത്ത എഴുത്തുകാർ നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം തരും വായിക്കണമെന്ന് പറയും. നമ്മളാരും വായിക്കില്ല. എം ടി വാസുദേവൻ നായരുടെ ടീപ്പോയിൽ എപ്പോൾ ഞാൻ പോകുമ്പോഴും ആ ടീപ്പോയിൽ നിറച്ചും അറിയപ്പെടാത്ത എഴുത്തുകാരുടെ അവരെല്ലാം അയച്ചു കൊടുത്ത പുസ്തകങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിക്കും വാസുദേവൻ ഇതൊക്കെ എന്ത് ചെയ്യാം? അപ്പോൾ പറഞ്ഞു അത് ഞാനൊന്ന് നോക്കും, പിന്നെ ഇവിടെ ലൈബ്രറിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ വന്ന് ആ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകും, അപ്പോൾ നോക്കിയിട്ടേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ നോക്കുമോ, എങ്ങനെ സാധിക്കും? നോക്കും. താനൊരു കാര്യം ചെയ്യാൻ അടിയിലെ ഒരു പുസ്തകമുണ്ട്, വളരെ വലുതാണ്, ഒരു നിഘണ്ടു പോലെ ഇരിക്കും, അതൊന്ന് എടുത്ത് നോക്കുന്നത്. ഞാൻ എടുത്തു നോക്കി. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ ഏതോ ഒരു നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ആത്മകഥ പദ്യത്തിൽ എഴുതി വെച്ചിരിക്കുക. പദ്യത്തിൽ 1600 പേജുണ്ട്, അക്ഷരാർത്ഥത്തിൽ നിഘണ്ടു പോലെയുണ്ട്. എടുത്തിട്ട് എന്നോട് പറയുകയാണ് അതിന് 38ാമത്തെ പേജ് നീ ഒന്ന് നോക്കുന്നു. അതിനകത്തൊരു കൗതുകമുള്ളൊരു വിവരണം ഉണ്ടായിരുന്നു, അത് ഓർത്ത് വെച്ചിരിക്കുക. അതാണ് ശ്രദ്ധ. അപ്പോൾ ശ്രദ്ധയില്ലാതെ ഒരു നിമിഷം പോലും ആ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ, നമ്മൾ അറിയുന്നതിനും അപ്പുറം, നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടുന്നതിനും അപ്പുറം വിശാലമായി തൻ്റെ ജീവിതത്തെ പുണർന്ന് ജീവിച്ച, അതിനോട് ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ജീവിതത്തെ നോക്കിക്കണ്ട, സമൂഹത്തെ നോക്കിക്കണ്ട ഒരു വലിയ മനുഷ്യനാണ് നഷ്ടപ്പെട്ടത്. മരണത്തെക്കുറിച്ചുള്ള അവസാനത്തെ ചോദ്യത്തോടു കൂടിയാണ് എൻ്റെ KLF-ലെ അഭിമുഖം ലൈവായിട്ട് 2 ചോദ്യമാണ് അവസാനം. എനിക്ക് മടിച്ചാണ് ഞാൻ ചോദിച്ചത്. കാരണം എം ടി വാസുദേവൻ നായരോട് ലക്ഷക്കണക്കിന് ആളുകളെ മുൻനിർത്തിയിട്ട് മരണത്തെക്കുറിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചലഞ്ചായിരുന്നു. പക്ഷേ അടുപ്പം വെച്ച് എനിക്കറിയാം വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു അതെ അത് വരും, ഇന്നല്ലെങ്കിൽ നാളെ വരും, നമ്മളതിനു വേണ്ടി തയ്യാറായിരിക്കണം, അത്രയേ ഉള്ളൂ എന്ന്. അപ്പോൾ ഓരോ തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോഴും മടങ്ങുമ്പോഴും എഴുന്നേറ്റ് പുറത്ത് വരെ വന്ന് കഴിയുന്ന സമയത്തൊക്കെ വന്നിട്ട് നമുക്ക് കാണാം എന്ന് പറയും. അതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാചകം. നവംബർ 1-ാം തീയതി 2-ാം തീയതി ആശുപത്രിയുടെ കിടക്കയിൽ ഞാൻ പോയി. അപ്പോൾ വളരെ അവശനായിട്ട് ക്രിട്ടിക്കൽ കെയറിൽ നിന്ന് റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകണം എന്നുള്ള ശാഠ്യമാണ്. അതെനിക്കറിയാം എന്തുകൊണ്ട് ശാഠ്യം. ഒരു മരണത്തെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ അഭിമുഖത്തിലെ ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരം വളരെ പ്രധാനപ്പെട്ടത്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് മരണത്തെക്കുറിച്ച് എനിക്ക് ആലോചനകളൊന്നുമില്ല, നേരത്തെ ഈ പറഞ്ഞ പോലെ അത് സംഭവിക്കും, അത് വിധിയാണ്, അതങ്ങനെ വരട്ടെ. പക്ഷേ ഡയന ആത്തിലിനെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം. അവർ ലണ്ടനിലൊരു വലിയ എഡിറ്ററും എഴുത്തുകാരിയുമാണ്. അപ്പോൾ അവർക്കൊന്ന് 100 വയസ്സായി ഈ 2016. അപ്പോൾ അവർക്ക് 100 വയസ്സായി. അവർ 96ാമത്തെ വയസ്സിൽ എഴുതിയൊരു പുസ്തകമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിമ്പിളാണ് ഉത്തരം. മരണം വരെ എഴുതാനും വായിക്കാനും കഴിയണം, അത് അവർക്ക് കഴിഞ്ഞു. അതാണ് എൻ്റെയും ആഗ്രഹം എന്ന് പറയാതെ പറയാം. നിർഭാഗ്യവശാൽ അവസാന കാലത്ത് അദ്ദേഹത്തിന് വായിക്കാൻ കഴിഞ്ഞില്ല, എഴുതാൻ കഴിഞ്ഞില്ല. അതൊരു വലിയ ദുഃഖമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമുക്കിനിയും കാണാമെന്ന് പറഞ്ഞാണ് നവംബർ 1-ാം തീയതി ആശുപത്രിയിൽ നിന്ന് ഞാൻ വളരെ ക്ലേശിച്ച് അദ്ദേഹം അതൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവർ കുടുംബക്കാരനോട് പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം കൊണ്ട് എന്തെങ്കിലും സാഹിത്യത്തൊക്കെ പറഞ്ഞു നോക്കൂ, ചിലപ്പോൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ അത് മനോരമയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തതാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ
സാറാ ജോസഫ് ഉണ്ടായിരുന്നു, NS മാധവൻ ഉണ്ടായിരുന്നു, മുകുന്ദേട്ടൻ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അവരൊക്കെ വാസുവേട്ടനെ കുറിച്ച് ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ഞരങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല കുട്ടിയായിരിക്കണം, വീട്ടിൽ പോകാനൊന്നും ശാഠ്യം പിടിക്കരുത്, ഡോക്ടർമാരിതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി നമുക്ക് ഇനിയും സംഭാഷണത്തിൽ ഏർപ്പെടണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വളരെ പ്രയാസപ്പെട്ടു. നമ്മൾ ഒരുപാട് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്, എന്നെ ട്രെയിനിൻ്റെ സമയമായി, നമുക്ക് കാണാം എന്ന് അന്നും പറഞ്ഞു ക്ലേശിച്ചു. പക്ഷേ ഇനി ഞാൻ കാണലില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനെ ആധികാരികമാക്കുന്ന ഒരു വലിയ അടുപ്പത്തിൻ്റെ കൂടി അവസാനമാണ് അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞത്. അതും ഈ വലിയൊരു മനുഷ്യൻ്റെ പേരിലുള്ള ഈ വായനശാലയിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പറഞ്ഞുകൊണ്ട് ഞാൻ